ഹായ് ഓൾ, വെൽക്കം ബാക്ക്. വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെയുണ്ടല്ലോ കുറേ ദിവസമായിട്ട് വ്ലോഗൊന്നും ചെയ്യാത്തത്, അതായത് ടൈം മൈ ലൈഫ് തന്നെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെയുണ്ടല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടാ. എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി. അങ്ങനെയുണ്ടല്ലോ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. എന്നാൽ പിന്നെ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ കറി അങ്ങനെ കേട്ടോ. അങ്ങനെ ഇതിന് വേണ്ട സാധനമെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തെല്ലാം കൊടുത്തിന് കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ ഒരു പാന് അടുപ്പത്തോട്ടേക്ക് വെച്ചിട്ട് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ ഉണ്ടല്ലോ ഓയിലെല്ലാം ചൂടായതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സവാളയെല്ലാം നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് കൊടുക്കുക, മൂടി വെച്ചിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ ഇത് സവാളയെല്ലാം നന്നായിട്ട് വഴന്നിട്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുത്തിരുന്നുണ്ട്. പിന്നെയുണ്ടല്ലോ ഞാൻ 2 പച്ചമുളക് എടുത്തിന്, അതിങ്ങനെ നടുവിലിങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് പച്ചമണമെല്ലാം നന്നായിട്ട് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് നെക്സ്റ്റ് നമുക്ക് കുറച്ച് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം അങ്ങനെ അവിടെ ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുക. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ടൈം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നെക്സ്റ്റ് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളകിൻ്റെ പൊടി കുറച്ച്, പിന്നെ കുറച്ച് മല്ലിൻ്റെ പൊടി. എല്ലാം ഓരോരുത്തരെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആഡ് ആക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്കുള്ള ചിക്കനിലെ അങ്ങനെ ഉണ്ടല്ലോ ഇതെല്ലാം കുക്കായിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഞാനുണ്ടല്ലോ കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് ആക്കുക. പിന്നെ ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതിങ്ങനെ തന്നെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട, ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോഴേക്കും ഞാനുണ്ടല്ലോ നെയ്പ്പത്തില ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ കുറച്ച് മട്ട അരി ഇന്നലെ നൈറ്റ് ഇങ്ങനെ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കയറ്റി എടുത്തിന്. ഇനി ചെറിയുള്ളി കുഞ്ഞുള്ളി എന്നെല്ലാം പറഞ്ഞു അത് ഇളക്കി കൊടുക്കുക. പിന്നെ വലിയ ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തളിച്ചിട്ട് ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നാൽ പിന്നെ ഉണ്ടല്ലോ ഒരു ക്രീം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പാസ്തക്കെല്ലാം യൂസ് ആക്കുന്നില്ല, ആ ഒരു പൊടി ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഇത് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടല്ലോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നെയ്പ്പത്തിൻ്റെ അരിയല്ലോ നന്നായിട്ട് ഇങ്ങനെ അരച്ചിട്ട് എടുത്തിട്ട് തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ അരച്ചെടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുമില്ല, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഞാനൊരു ഇല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടയാക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ഇതാ നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടെ പറയുന്നത്, വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കണം. ഇനി ഇൻഷാല്ലാ മറ്റേ ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു വ്ളോഗും റെസിപ്പിയെല്ലാം ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.